ബെത്ലഹേം മിനിസ്ട്രീസിൻ്റെ ജീവൻ്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം ഉപവാസത്തോടുള്ള ബന്ധത്തിലാണ്. ഉപവാസം ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് കൈകാര്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായ വിഷയം. ഇതിനാധാരമായത് ഒരു പ്രിയ സഹോദരൻ കഴിഞ്ഞ മാസം യൂട്യൂബിൽ ഒരു പ്രസംഗം ഇടുകയുണ്ടായി. അതിൻ്റെ അകത്ത് ഉപവാസം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഉപവാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പഞ്ഞം കിടപ്പെന്നാണ്. ഈ പഞ്ഞം കിടപ്പ് നമുക്കാവശ്യമില്ല എന്നും ഇത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശമല്ലെന്നും പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശത്തിൽ ഉപവാസം ഇല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹം ഉപവസിച്ച് അദ്ദേഹത്തിന് അൾസർ പിടിച്ച കാര്യവും ഒക്കെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത്. അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു എതിർപ്പുമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാൻ ഉച്ചരിപ്പാൻ തുനിയുന്നില്ല. ഉപവാസം ആവശ്യമാണോ? ഉപവാസം ഒരു ക്രിസ്തീയ ഉപദേശമാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ആരംഭിക്കുന്ന ഒരു വാചകം ഒന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ എന്ന് ലൂക്കോസ് എഴുതുന്നുണ്ട്. അഥവാ ഉപവാസം എന്ന് പറയുന്നതും നമ്മുടെ ഇടയിൽ പൂർണ്ണമായി ചെയ്തു വരുന്ന പ്രമാണിച്ചു വരുന്ന ഒരു കാര്യമാണ്. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമസഭയിലും വളരെ ക്രമമായി പ്രമാണിച്ചു വരുന്ന ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും എന്നുള്ളതാണ്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായത് അവൻ്റെ അഹങ്കാരമായിരുന്നു. ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യനുണ്ടാകുന്ന നിഗളം, അഹങ്കാരം. ദാവീദ് ഉപവാസത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകം 35-ാം സങ്കീർത്തനത്തിലുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. 35-ാം സങ്കീർത്തനം 13-ാം വാക്യം, ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ്, ഐ ഹംബിൾഡ് മൈസെൽഫ് വിത്ത് ഫാസ്റ്റിംഗ്. അപ്പോൾ ദാവീദ് പറയുന്നത് ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തിയെന്നാണ്. അഹംഭാവമാണ് വീഴ്ചയ്ക്ക് കാരണമായതെങ്കിൽ ഉപവാസം മനുഷ്യനെ താഴ്ത്തുവാനുള്ളതാണ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും ഉപവാസം സഹായകരമാണ്. മാത്രമല്ല ഉപവാസം മുഖാന്തരം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഉപവാസം സഹായകരമാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ക്രമമായി ഉപവസിച്ച് വന്നിരുന്നൊരു സമൂഹമാണ് പരീശന്മാർ. അവരെല്ലാ ആഴ്ചയും ക്രമമായി ഉപവസിച്ചിരുന്നു. എന്നാൽ അതുപോലെ ഒരു ഉപദേശം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എത്ര ദിവസം ഉപവസിക്കണമെന്നോ ഒരു വർഷം എത്ര ദിവസം ഉപവസിക്കണമെന്നോ എത്ര പ്രാവശ്യം ഉപവസിക്കണമെന്നോ എത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കണമെന്നോ ഒന്നും നമുക്ക് ഉപദേശം ലഭിച്ചിട്ടില്ല. എന്നാൽ ഉപവാസത്തെക്കുറിച്ച് നമുക്ക് ഉപദേശം ലഭിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയും തങ്ങളുടെ ആവശ്യാനുസരണം ഉപവസിക്കാവുന്നതാണ്. അതിന് ഇത്ര ദിവസം ഉപവസിക്കണമെന്നോ ഇത്ര പ്രാവശ്യം ഉപവസിക്കണമെന്നോ ഒന്നും നിർബന്ധമുണ്ടെന്ന് ഞാനും അവകാശപ്പെടുന്നില്ല. പഴയ നിയമത്തിൽ 40 ദിവസം ഉപവസിച്ച
പലരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മോശ, യോശുവ, ഏലിയാവ് എന്നിവർ 40 ദിവസം ഉപവസിച്ച ചരിത്രം നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്, ബൈബിളിൽ വായിക്കുന്നുണ്ട്. യഹൂദ മതത്തിൻ്റെ ഒരാചാരമായി ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ഒരാൾ 40 ദിവസം ഉപവസിക്കണമെന്നൊരു നിയമമുള്ളതുകൊണ്ടാണ് യേശു കർത്താവ് 40 ദിവസം ഉപവസിച്ചെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. എന്നാൽ യഹൂദ മത നിയമപ്രകാരം ഒരുത്തൻ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 ദിവസം ഉപവസിക്കണമെന്ന് ഞാനെങ്ങും വായിച്ചിട്ടില്ല. അതേക്കുറിച്ച് എനിക്കറിവില്ല. ഞാൻ മുകളിൽ പറഞ്ഞ ആളുകളെല്ലാം അവരുടെ ശുശ്രൂഷയുടെ വിജയത്തിനു വേണ്ടി 40 ദിവസം ഉപവസിച്ചവരാണ്. ദാനിയേൽ 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ചരിത്രം പഴയ നിയമത്തിലുണ്ട്. ദാവീദ് 7 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. മൊർദെഖായും എസ്തേറും 3 ദിവസം ഉപവസിച്ചിട്ടുണ്ട്. 1 ദിവസം വീതം ഉപവസിച്ച അനേകരുടെ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഈ ഉപവാസങ്ങളെല്ലാം വ്യക്തിപരമായും അവരുടെ സമൂഹത്തെ മുഴുവനായി ചേർത്തുകൊണ്ടും വലിയ അനുഗ്രഹത്തിനും വിടുതലിനുമൊക്കെ കാരണമായതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രസിദ്ധമായ ചില ഉദാഹരണങ്ങൾ ഉപവാസത്തെക്കുറിച്ച് ആദ്യം പറയാം. പഴയ നിയമത്തിലെ ഒരു പ്രസിദ്ധമായ ഉപവാസമാണ് ദാവീദ് രാജാവിൻ്റെ 7 ദിവസത്തെ ഉപവാസം. ശമൂവേൽ പ്രവചനം 2-ാം പുസ്തകം 12 അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ദാവീദിൻ്റെ ഒരാഴ്ച നീണ്ടു നിന്ന 7 ദിവസം നീണ്ടു നിന്ന ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഉപവസിക്കാനുള്ള കാരണം ബേത്സേബായിൽ തനിക്ക് ജനിച്ച മകൻ്റെ രോഗമാണ്. ബേത്സേബായിൽ ദാവീദിന് ജനിച്ച മകൻ കഠിനമായ ദീനം പിടിച്ച് കിടപ്പിലായപ്പോൾ മകൻ്റെ സൗഖ്യത്തിനു വേണ്ടി ദാവീദ് രാജാവ് 7 ദിവസം ഭക്ഷണം വെടിഞ്ഞ് നിലത്ത് കിടന്നുകൊണ്ട് ഉപവസിക്കുകയാണ്. പൈതലിന് സൗഖ്യം ഉണ്ടാകേണ്ടതിനാണ് താൻ ഉപവസിച്ചതെങ്കിലും 7-ാം ദിവസം കുഞ്ഞ് മരിച്ചതായി ദാവീദ് അറിഞ്ഞു. കുഞ്ഞ് മരിച്ചതായി ദാവീദ് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി ഭക്ഷണത്തിന് ഇരുന്നു. കുഞ്ഞിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ഉപവസിച്ച ദാവീദ് കുഞ്ഞ് മരിച്ചുവെന്നറിഞ്ഞപ്പോൾ കുളിച്ച് തൈലം പൂശി വസ്ത്രവും മാറി ഭക്ഷണത്തിനിരുന്നത് അവൻ്റെ ഭൃത്യന്മാരെ അതിശയിപ്പിച്ചു. അവർ വന്ന് ദാവീദിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുഞ്ഞിന് ദീനമായി കിടന്നപ്പോൾ നീ ഉപവസിച്ചല്ലോ, അപ്പോൾ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ നീ പ്രാർത്ഥന നിർത്തി ഭക്ഷണം കഴിക്കുകയാണല്ലോ. അതിന് ദാവീദ് പറയുന്ന മറുപടി ഇതാണ്, അവൻ സൗഖ്യം പ്രാപിക്കോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉപവസിച്ചത്. പക്ഷേ കുഞ്ഞ് മരിച്ചുപോയി. ഇനി ഞാൻ ഉപവസിച്ചിട്ട് കാര്യമില്ല. അവൻ ഇനി എൻ്റെ അടുത്തേക്ക് വരികയില്ല, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. ഇത് പറഞ്ഞിട്ട് താൻ തൻ്റെ ഭാര്യ ബത്സേബയെ ആശ്വസിപ്പിച്ചുവെന്ന് നാം വായിക്കുന്നു. അഥവാ നാം ഉപവസിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചേ പറ്റുമെന്നുള്ള വാശിയുടെ പുറത്തല്ല. കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ദാവീദ് ഉപവസിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചപ്പോൾ ആ ദൈവഹിതം ദാവീദ് അംഗീകരിക്കുകയാണ്. കാരണം ദാവീദ് പറഞ്ഞ കാര്യം സാധിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു സമരമാർഗമല്ലായിരുന്നു ഉപവാസം. ദൈവഹിതം എന്താണെങ്കിലും അത് സ്വീകരിപ്പാനുള്ള കൃപ ഈ ഉപവാസത്തിലൂടെയാണ് ദാവീദിന് ലഭിച്ചത്. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ
കുഞ്ഞിൻ്റെ മരണത്തെ ധീരതയോടെ നേരിടുവാനുള്ള കരുത്ത് ദാവീദിന് ലഭിച്ചു. മാത്രമല്ല, വിഷമിച്ചിരിക്കുന്ന ഭാര്യയെ ആശ്വസിപ്പിക്കാനുള്ള കൃപയും ദാവീദിന് ലഭിച്ചു. ഞാൻ ചിന്തിക്കുന്നത്, ഉപവസിച്ച് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മരണം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായ വേദന ഉണ്ടാക്കുമായിരുന്നു. ഈ ഉപവാസവും പ്രാർത്ഥനയുമാണ് ദാവീദിന് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനും അത് അംഗീകരിപ്പാനും അതിൽ സന്തുഷ്ടനായി തീരുവാനുമുള്ള ദൈവകൃപ നൽകിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഉപവാസമാണ്. മറ്റൊരു പ്രധാനമായ ഒരു ഉപവാസമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എസ്തേർ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം, ഒരു ജാതി മുഴുവൻ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോഴാണ് എസ്തേർ ഉപവസിക്കുന്നത്. അഹശ്വേരോശ് രാജാവ് ഹാമാൻ്റെ പ്രേരണ നിമിത്തം യഹൂദ ജാതിയെ മുഴുവൻ കൊന്നൊടുക്കുവാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്ന മാസം ഇത്രാം തീയതി യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കുവാനുള്ള കൽപ്പന പുറപ്പെട്ടത് അറിഞ്ഞപ്പോൾ മൊർദെഖായി വളരെ പരിഭ്രാന്തനായി, വളരെ വിഷമത്തിലായി, താൻ രട്ടുടുത്തുകൊണ്ട് വിലപിക്കാൻ തുടങ്ങി. താൻ കൊട്ടാരത്തിൽ ചെന്ന് എസ്തേറിനോട് പറയുന്നത്, ഇങ്ങനെയുള്ളൊരു സമയത്ത് നീ രാജ്ഞിയായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നീ തന്നെ ആലോചിക്കണം. ഇതിനായിട്ടല്ലോ നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിൻ്റെ ജാതി മുഴുവൻ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു. നീ ഇപ്പോഴെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവം വേറെ എവിടെ നിന്നെങ്കിലും ഈ ജാതിക്ക് വേണ്ടി രക്ഷയൊരുക്കും. പക്ഷേ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ എസ്തേർ ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് മൊർദെഖായിയോട് പറയുന്നത്, ആട്ടെ, ഞാൻ 3 ദിവസം ഉപവസിക്കുകയാണ്, നിങ്ങളും എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിക്കണം. യഹൂദ ജാതിയെ മുഴുവൻ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന ഇട്ടതാണെങ്കിലും ഈ ഉപവാസവും പ്രാർത്ഥനയും നിമിത്തം എന്തു സംഭവിച്ചു എന്നുള്ളത് തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. മൊർദെഖായിക്ക് വേണ്ടി കഴുമരമൊരുക്കിയ ഹാമാൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ കഴുകുമരത്തിൽ തൂക്കപ്പെടുകയാണ് ഉണ്ടായത്. രാജാവിൻ്റെ കൽപ്പന തിരുത്തപ്പെടുകയും ചെയ്തു. രാജകൽപ്പന തിരുത്തപ്പെടുകയും മൊർദെഖായിയുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു അതിനുള്ള നിമിത്തമായി തീർന്നത്. ഒരു ജാതി മുഴുവൻ ഒരു പ്രതിസന്ധിയിലായപ്പോൾ അവർക്ക് വേണ്ടി ഉപവസിപ്പാൻ എസ്തേർ രാജ്ഞി തീരുമാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയുമാണ് ദൈവത്തെ ചലിപ്പിക്കുവാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റൊരു പ്രസിദ്ധമായ ഉപവാസമാണ് നിനവയിലെ ഉപവാസം. യോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആ ഉപവാസത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവിടെ നിനവക്കാരുടെ പാപം നിമിത്തം നിനവയെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഈ വാർത്ത അറിയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് യോനാ പ്രവാചകനെയാണ്. യോനാ പ്രവാചകൻ ആദ്യം ദൈവഹിതം വിട്ട് തർസീസിന് പോകുന്ന ഒരു കപ്പലിൽ കൂലി കൊടുത്ത് കയറി യാത്ര തിരിച്ചെങ്കിലും കപ്പലിന് നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ച് യോന കടലിലേക്ക് എറിയപ്പെട്ടതും തിമിംഗലത്തിൻ്റെ വയറ്റിലകപ്പെട്ടതും തിമിംഗലം യോനയെ തിരികെ കരയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. യഹോവയുടെ കൽപ്പന പ്രകാരം യോനാ പ്രവാചകൻ നിനവയിൽ പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ നിനവയെ ഉന്മൂലനാശമാക്കുമെന്നാണ് യോന പ്രസംഗിച്ചത്. പക്ഷേ യോനയുടെ പ്രസംഗം കേട്ട് ദൈവം അയക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മനസ്സിലാക്കിയ ജനം തീരുമാനമെടുത്തത് ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സ്
മാറി ഈ ന്യായവിധി ഒഴിവാക്കി കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു. ഈ വിവരമറിഞ്ഞ രാജാവും കൽപ്പന കൊടുത്തു, ദേശം മുഴുവൻ ഉപവസിക്കണം. അവിടെയുള്ള എല്ലാ മനുഷ്യനും കന്നുകാലികൾ വരെയും ആഹാരം കഴിക്കുകയോ എന്തെങ്കിലും കുടിക്കുകയോ ചെയ്യാതെ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഈ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യം മുഴുവൻ ന്യായവിധിയുടെ വാളോങ്ങപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മനം തിരിഞ്ഞ് ആ ജാതിയെ മുഴുവൻ രക്ഷിച്ചു. 1,20,000-ൽ പരം ആളുകളുടെ രക്ഷയ്ക്ക്, വിടുതലിന്, ദൈവത്തിൻ്റെ കോപം ശമിക്കുവാൻ ഇടയായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. മറ്റൊരു പ്രസിദ്ധമായ ഉപവാസമാണ് യഹോശാഫാത്തിൻ്റെ ഉപവാസം. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യഹോശാഫാത്ത് ഒരു ഉപവാസത്തിന് തുനിയുകയാണ്. 3 രാജാക്കന്മാർ ഒരുമിച്ച് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നതായ സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ യഹോശാഫാത്ത് വിഷമിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് ചെയ്തത് ഒരു ഉപവാസം തീരുമാനിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനും ദൈവത്തിൻ്റെ സഹായം തേടേണ്ടതിനും ഉള്ള മാർഗമായിട്ടാണ് അദ്ദേഹം ഉപവസിച്ചത്. ആ ഉപവാസ പ്രാർത്ഥനയിൽ അദ്ദേഹം ദൈവത്തോട് പറയുന്ന കാര്യമുണ്ട്, ദൈവമേ, വലിയൊരു സൈന്യം ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു, വലിയ പരാക്രമശാലികളായ ആളുകൾ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു, എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ അഭയം തേടുകയാണ്. ഈ പ്രതിസന്ധിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആലോചന തരയണമേ എന്നാണ് യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥനയുടെ ചുരുക്കം. ഈ ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരുടെ യുദ്ധം ഏറ്റെടുക്കുകയാണ്. യഹോശാഫാത്തിനോട് അരുളപ്പാടുണ്ടായി, നീയല്ല ഈ യുദ്ധം ചെയ്യുന്നത്, ഈ യുദ്ധം ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ യുദ്ധത്തിൽ അവർ വിജയിക്കുവാനുള്ള അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അഥവാ ഒരു രാജ്യം മുഴുവൻ ഭീഷണിയിലായപ്പോൾ സഹായത്തിന് തേടിക്കൊണ്ട് അവരുപവസിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാൻ പറ്റും. ഒരു രാജ്യം മുഴുവൻ, ഒരു ജാതി മുഴുവൻ ഭീഷണിയിലാകുമ്പോൾ ഉപവസിച്ചത് നമ്മൾ കണ്ടു. ഒരു രാജ്യം മുഴുവൻ ന്യായവിധിയുടെ വാളിന് കീഴിലായപ്പോൾ അവരുപവസിച്ചത് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഓരോ കാര്യത്തിനു വേണ്ടി ഓരോരുത്തർ ഉപവസിക്കുന്ന ചരിത്രം പഴയ നിയമത്തിൽ ധാരാളമുണ്ട്. മറ്റൊരു പ്രസിദ്ധമായ ഉപവാസമാണ് എസ്രാ ശാസ്ത്രിയുടെ ഉപവാസം. എസ്രായുടെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ എസ്രാ ശാസ്ത്രിയുടെ ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിലേക്കുള്ള പ്രവാസത്തിൽ നിന്നുള്ള മടക്കയാത്രയുടെ 2-ാം ഘട്ടമായി എസ്രാ ശാസ്ത്രിയും കൂട്ടരും പുറപ്പെടുവാൻ ഭാവിക്കുമ്പോൾ എസ്രാ ശാസ്ത്രി ചെയ്തത് ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. യെരുശലേമിലെ ദൈവാലയത്തിലേക്കുള്ള പൊൻപാത്രങ്ങളും പൊന്നും വെള്ളിയും ഒക്കെയായി എസ്രാ ശാസ്ത്രി യാത്ര ചെയ്തു പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടേണ്ടതിന് വേണ്ടി അദ്ദേഹം രാജാവിൻ്റെ സഹായമോ സൈന്യത്തിൻ്റെ സഹായമോ ചോദിക്കുന്നില്ല. എസ്രാ ശാസ്ത്രിക്ക് ഒരു സഹായമായി സൈന്യത്തെ വിട്ടുകൊടുപ്പാൻ രാജാവ് ഒരുക്കമായിരുന്നു. പക്ഷേ രാജാവിൻ്റെ സഹായം ചോദിക്കാതെ അതിന് മുകളിലുള്ള രാജാവായ ദൈവത്തിൻ്റെ സഹായമാണ് എസ്രാ ശാസ്ത്രി തേടുന്നത്. അവിടെ എസ്രാ ശാസ്ത്രിയും കൂട്ടരും ഉപവസിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യതാണ്, ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങൾ അപഹരിക്കപ്പെടരുത്, അവരെ കൊണ്ടുപോകുന്ന വെള്ളിയും പൊന്നും ഒന്നും ശത്രുക്കൾ അപഹരിക്കാൻ ഇടയാകരുത്, നീണ്ട യാത്രയിൽ യാതൊരു ആപത്തും ഉണ്ടാകരുത്,
ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, ദൈവത്തിൻ്റെ പരിപാലനം അവർക്ക് ലഭ്യമാകേണ്ടതിന് വേണ്ടി എസ്രാ ശാസ്ത്രി അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ചരിത്രം നാം വായിക്കുന്നുണ്ട്. ഉപവാസമെല്ലാം കഴിഞ്ഞ് ശുഭകരമായൊരു യാത്ര കിട്ടിയപ്പോൾ എസ്രാ ശാസ്ത്രി പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരുന്നു എന്നാണ്. അഥവാ നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ ഒരു ശുഭയാത്ര ലഭിക്കേണ്ടതിനു വേണ്ടി, ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി മാറേണ്ടതിനു വേണ്ടി നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. മറ്റൊരു ഉപവാസമാണ് ആഹാബിൻ്റെ ഉപവാസം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ആഹാബിന് നേരെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വാളൊന്നുകയാണ്. ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുവാനും ന്യായവിധി ഒഴിഞ്ഞു പോകുവാനും ആഹാബ് തേടിയ മാർഗം ദൈവം മുൻപാകെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഉപവാസത്തോടെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവത്തിൻ്റെ സഹായം ചോദിച്ചപ്പോൾ ദൈവം മനം തിരിഞ്ഞ് ആ ന്യായവിധി ഒഴിവാക്കിയതായിട്ട് നാം കാണും. അഥവാ പഴയ നിയമ ചരിത്രത്തിൽ രാജാക്കന്മാർ ഉപവസിച്ചിട്ടുണ്ട്, വ്യക്തികൾ ഉപവസിച്ചിട്ടുണ്ട്, രാജ്യങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മുകൾ പറയപ്പെട്ട വ്യക്തികളൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചിലരുടെ മനസ്സിലുണ്ടാകും, അങ്ങനെ ഉപവസിക്കണമെന്ന് ദൈവം എവിടെയെങ്കിലും പഴയ നിയമത്തിൽ ആരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഓരോരുത്തർ ഉപവസിച്ചു, അത് സ്വമനസാലെ ചെയ്തതാണല്ലോ. എന്നാൽ ഉപവസിക്കണമെന്ന് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആഹ്വാനം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ ജാതിയോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അവരുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരേണ്ടതിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. അപ്പോൾ അവരുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് ദൈവം പറയുന്നത്? ഉപവാസത്തോട്, കരച്ചിലോട്, വിലാപത്തോടുകൂടെ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവം അവിടെ ആഹ്വാനം ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉപവാസങ്ങളൊന്നും നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തെ കൊണ്ട് അംഗീകരിക്കാനുള്ള സമരമുറയല്ല ഉപവാസം. ഉപവാസം ഒരു നിരാഹാര സമരമല്ല, മറിച്ച് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവസരം കിട്ടേണ്ടതിന് വേണ്ടി ഭക്ഷണം പോലും വെടിഞ്ഞ് ആ സമയം കൂടെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയും ഭക്ഷണമെല്ലാം വെടിഞ്ഞ് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെയെല്ലാം മറന്ന് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ വിനയപ്പെടുത്തേണ്ടതിന് വേണ്ടിയും ദൈവഹിതം ആരായേണ്ടതിന് വേണ്ടിയും ദൈവഹിതം സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ടതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കേണ്ടതിന് വേണ്ടിയും ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതയാത്രയിൽ അനുകൂലമായി തീരേണ്ടതിന് വേണ്ടിയും ഈ ഉപവാസങ്ങളെല്ലാം സഹായിച്ചുവെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഈ പറഞ്ഞതെല്ലാം പഴയ നിയമത്തിലെ ഉപവാസമാണ്. അപ്പോൾ ന്യായമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുതിയ നിയമത്തിൽ ഉപവസിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ ഉപവാസങ്ങളുണ്ടോ? ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപവാസമെന്ന് പറയുന്നത് ആർക്കെങ്കിലും വയറ്റിൽ അസുഖം ഉണ്ടാകേണ്ടതിനു വേണ്ടി പട്ടിണി കിടക്കുന്നതല്ല. ഉപവാസമെന്ന് പറയുന്നത് പട്ടിണിയല്ല, മറിച്ച് ആബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡാണ്. ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവസിക്കുകയാണ്. ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉപവസിക്കുകയല്ല, ഭക്ഷണം ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വലുത്, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനേക്കാൾ വലുത് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവസരം ഉണ്ടാകേണ്ടതിന് വേണ്ടി
മനുഷ്യൻ ഉപവസിക്കുന്നത് എക്കാലത്തും, പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും കർത്താവിൻ്റെ വരവ് വരെയും തുടരേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്. ആരെങ്കിലും ഉപവസിച്ച് അവർക്ക് അൾസർ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതപ്രകാരമുള്ള ഉപവാസമല്ലായിരുന്നുവെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ ഒരുപക്ഷെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചു കിട്ടേണ്ടതിനു വേണ്ടി കടുംപിടുത്തത്തോട് ദൈവസന്നിധിയിൽ ഇരുന്ന് അൾസർ പിടിച്ചതായിരിക്കാം. ഒരിക്കലും ഉപവാസം നമ്മുടെ അജണ്ടകൾ ദൈവത്തെ കൊണ്ട് നടത്തിപ്പിക്കാനുള്ള സമരമാർഗമല്ല, നിരാഹാര സമരമല്ല. മറിച്ച് ദൈവത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയും ദൈവത്തിൻ്റെ കൃപകൾ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടിയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടിയും എല്ലാറ്റിലുപരി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുകയും ചെയ്യുവാനുള്ള അവസരമാണ്. ദൈവം ഏറ്റവും വെറുക്കുന്നത് നിഗളമുള്ളൊരു ഹൃദയമാണ്. ഞാൻ നിഗളികളോട് എതിർത്തു നിൽക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. താഴ്മയുള്ളവനെ യഹോവ കടാക്ഷിക്കും. ഉപവസിക്കണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടോ പുതിയ നിയമത്തിലെന്ന് ചോദിച്ചാൽ ഒരു കൽപ്പനയായിട്ട് വേദപുസ്തകത്തിൽ ഉപവാസം നാം കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലെ ഉപവാസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കൽപ്പനയില്ലെങ്കിലും അതൊരു നല്ല മാതൃകയാണെന്നും നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, നമ്മൾ ഉപവസിക്കുമെന്ന് യേശുക്രിസ്തു പ്രതീക്ഷിക്കുന്നതായി വ്യക്തമായി രേഖപ്പെടുത്തുന്ന വേദവാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വേദഭാഗങ്ങൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലുണ്ട്. അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ട് ഉപവാസത്തെക്കുറിച്ച് മറ്റൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്. ഇത് വളരെ സമാന്തരമായ ഒരു ചിന്തയായിട്ടാണ് കർത്താവ് പറയുന്നത്. വളരെ പാരലായിട്ട് പോകുന്ന വേദഭാഗമാണ്. അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിപ്പിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ആദ്യം പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നു. കർത്താവോട് ഉപയോഗിക്കുന്ന പദം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വെൻ യു പ്രേ. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിലെന്നല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. ഇഫ് യു പ്രേ എന്നല്ല, വെൻ യു പ്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമെന്നുള്ളത് കർത്താവ് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് അവിടെ നമ്മൾ മനസ്സിലാകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്നല്ല അവിടെ പറയുന്നത്. പ്രാർത്ഥന അവർ തുടർമാനമായി ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി ആണ് എന്നുള്ളതാണ് ആ വേദഭാഗത്തു നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം പറഞ്ഞു എങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന്, അടുത്ത് പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ്. 6-ാം വാക്യം: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ ആരെങ്കിലും തെറ്റിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പരീശന്മാർ തങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇനി തൊട്ടാരും പ്രാർത്ഥിക്കേണ്ട എന്നല്ല കർത്താവ് പറയുന്നത്. തെറ്റ് തിരുത്തണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്, അല്ല പ്രാർത്ഥന നിർത്തണമെന്നല്ല പറയുന്നത്. ഇതിനോട് വളരെ സമാന്തരമായി കർത്താവ് തന്നെ പറയുന്ന അടുത്ത വേദഭാഗമാണ് ഉപവാസത്തെക്കുറിച്ചുള്ളത്. 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്ന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെയും പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാണ്. ഇഫ് യു ഫാസ്റ്റ് എന്നല്ല, വെൻ യു ഫാസ്റ്റ്.
അപ്പോൾ അവിടെയും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ അതേ രീതിയിലാണ് ഇവിടെയും കർത്താവ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന വിധം പ്രാർത്ഥിക്കരുത്, ഇന്ന വിധം പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. അടുത്ത് പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇന്ന രീതിയിൽ ഉപവസിക്കരുത്, ഇന്ന രീതിയിൽ ഉപവസിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഇത് രണ്ടും പാരലൽ പാസേജുകളാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ആരോ തെറ്റിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറയുന്നത് എന്ന് മനസ്സിലാകുന്നത് പോലെ തന്നെ ഉപവാസത്തെക്കുറിച്ചും കർത്താവ് പറയുമ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇന്ന രീതിയിൽ ഉപവസിക്കരുത്, ഇന്ന രീതിയിലാണ് ഉപവസിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആരോ തെറ്റിച്ച് ഉപവസിക്കുന്നത് കൊണ്ട്, ആർക്കോ ഉപവാസത്തിൽ അൾസർ വന്നതുകൊണ്ട്, ആരോ അതിനെ പഞ്ഞങ്കിടപ്പായി വ്യാഖ്യാനിച്ചത് കൊണ്ട് ഇനിയും തൊട്ട് നിങ്ങൾ ആരും ഉപവസിക്കേണ്ട എന്നല്ല കർത്താവ് പറഞ്ഞത്, മറിച്ച് എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോഴെന്തോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്, നമ്മൾ ഉപവസിക്കുമെന്ന് യേശു കർത്താവ് അസ്യൂം ചെയ്യുകയാണ്, എക്സ്പെക്റ്റ് ചെയ്യുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഉപവസിക്കുമെന്ന് ഒരു പ്രതീക്ഷയിലാണ് എങ്ങനെയല്ല ഉപവസിക്കേണ്ട എന്നും എങ്ങനെയാണ് ഉപവസിക്കേണ്ടതെന്നും കർത്താവ് പറയുന്നത്. അടുത്ത ഉപവാസത്തിന് അദ്ദേഹം എതിരായി പറഞ്ഞ ഒരു വേദഭാഗം പരീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് ആ ചോദ്യം. അതിൻ്റെ 18-ാം വാക്യത്തിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുക പതിവായിരുന്നു. അവർ വന്ന് അവനോട്, യോഹന്നാൻ്റെയും പരീശന്മാരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുവല്ലോ, നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടു പിരിയുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. പരീശന്മാരും യോഹന്നാൻ്റെ ശിഷ്യന്മാരും വന്ന് യേശുവിനോട് ചോദിക്കുന്നത്, നിൻ്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്തത്? അപ്പോൾ കർത്താവ് അതിൻ്റെ കാരണം പറയുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ദുഃഖിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല. മണവാളൻ പോയ ശേഷം അവരുപവസിക്കും. ചോദ്യം, ശിഷ്യന്മാരെന്താണ് ഉപവസിക്കാത്തതെന്നാണ്. കർത്താവ് പറഞ്ഞു നിർത്തുന്നത് അവരുപവസിക്കുമെന്നാണ്. ഈ അവരാരാണ്? ആരെക്കുറിച്ചാണോ ചോദ്യം ചോദിച്ചത് അവരെക്കുറിച്ച് തന്നെ ഉത്തരം പറയുന്നു. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അന്നാഴിയാണെന്ന് ഉത്തരം പറയുന്നത് പോലെ ശിഷ്യന്മാരെക്കുറിച്ച് ചോദിച്ചപ്പോൾ വേറെ ആരോ ഉപവസിക്കുമെന്ന് കർത്താവ് മറുപടി പറയുകയാണെന്നുള്ളത് വളരെ വികലമായ വ്യാഖ്യാനമാണ്. ആരെക്കുറിച്ച് ചോദിച്ചോ അവരെക്കുറിച്ച് തന്നെയാണ് കർത്താവ് മറുപടി പറയുന്നത്. എന്നാൽ ഉപവാസം ആവശ്യമില്ല എന്ന് പറയുന്ന സഹോദരൻ ഇത് ശിഷ്യന്മാരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന ന്യായവാദം ഇതാണ്. ഇവിടെ തോഴ്മക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരല്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശിഷ്യന്മാർ തോഴ്മക്കാരല്ല, മണവാട്ടിയാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ഒരിക്കലും തോഴ്മക്കാരല്ല എന്നുള്ളതാണ്, സ്നേഹിതന്മാരല്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടെ തോഴ്മക്കാരെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വേറെ ആരെയും കുറിച്ചല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് തന്നെയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെന്ന് വിളിച്ചിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ തോഴ്മക്കാരല്ല, സ്നേഹിതന്മാരല്ല എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഇതേ യേശു തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വിളിക്കുന്നത് 14-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ എന്നാണ്. ശിഷ്യന്മാരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ മണവാട്ടിയാകുമെന്നല്ല പറയുന്നത്, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുമെന്ന്. അപ്പോൾ സഭ മണവാട്ടിയല്ലയോ എന്ന് ചോദിച്ചാൽ സഭ മണവാട്ടിയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള, ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ ബന്ധത്തെയും മനസ്സിലാക്കേണ്ടതിന് വേണ്ടി പല നിലയിൽ സംസാരിക്കുന്നുണ്ട് ദൈവവചനം. ഇവിടെ കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള
സ്നേഹബന്ധത്തെ കാണിക്കേണ്ടതിന് വേണ്ടി ശിഷ്യന്മാരെ സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരെ മണവാട്ടി എന്ന് വിളിച്ചതായി സുവിശേഷത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. സ്നേഹിതന്മാരെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് സ്നേഹിതന്മാരെന്നാണ്. അപ്പോൾ സ്നേഹിതന്മാരെന്ന് വിളിച്ചതുകൊണ്ട് അവർ മണവാട്ടി അല്ലാതാകുന്നില്ല. ആ സ്നേഹബന്ധം കാണിക്കേണ്ടതിന് വേണ്ടി സ്നേഹിതന്മാരെന്ന പദം ഉപയോഗിക്കുന്നു. എന്നാൽ എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മെ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. ആ ബന്ധത്തിൽ കർത്താവ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും നമ്മളവൻ്റെ സഹോദരന്മാരുമാണ്. അപ്പോൾ സഹോദരന്മാരാണല്ലോ, അന്നേരം മണവാട്ടി അല്ലയോ എന്ന് ചോദിച്ചാൽ അത് വേറെ ബന്ധം. ഓരോ ബന്ധം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ഓരോ നിലയിൽ ബന്ധപ്പെടുത്തിയാണ് വചനത്തിൽ കാണുന്നത്. സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇവിടെ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം 2:11 നാം കർത്താവിൻ്റെ സ്നേഹിതന്മാരാണ്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ തന്നെ 13-ാം വാക്യത്തിൽ മറിച്ച് നമ്മൾ മക്കളാണ്. നമ്മൾ മക്കളാകുമ്പോൾ ദൈവം നമ്മുടെ പിതാവാകും, നാം അവൻ്റെ മക്കളാകും. യേശുക്രിസ്തു ജ്യേഷ്ഠ സഹോദരനാകുമ്പോൾ നമ്മൾ അവിടുത്തെ ഇളയ സഹോദരന്മാരാകും. മറ്റൊരു വേദഭാഗത്ത് സഭയെക്കുറിച്ച് പറയുന്നത് തൻ്റെ ശരീരമെന്നാണ്. ശരീരമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരീരവും തലയും തമ്മിലുള്ള ബന്ധം പോലെ ഒരു ബന്ധമാണ് നാമും ക്രിസ്തുവും തമ്മിൽ. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാകുമ്പോൾ ക്രിസ്തു അതിൻ്റെ തലയാകുന്നു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളെ ആടുകളെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആടുകളാകുമ്പോൾ കർത്താവ് നമ്മുടെ ഇടയനാകുന്നു. അടുത്ത് നമ്മൾ വായിക്കുന്നത് ഒരു കെട്ടിടമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സഭ ഒരു കെട്ടിടമാകുമ്പോൾ കർത്താവ് അതിൻ്റെ മൂലക്കല്ലായിട്ട് മാറുന്നു. ഇങ്ങനെ ഓരോ ബന്ധം ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ഓരോ തലത്തിൽ ദൈവവചനത്തിൽ ഉപയോഗിക്കുന്ന പല ഉപമാനങ്ങളുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാരെന്ന് വിളിക്കാം, സഹോദരന്മാരെന്ന് വിളിക്കാം, ശരീരമെന്ന് വിളിക്കാം, കെട്ടിടമെന്ന് വിളിക്കാം, ആടുകളെന്ന് വിളിക്കാം, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മണവാട്ടിയെന്നും വിളിക്കാം. ഇതെല്ലാം ഒരു കൂട്ടർ തന്നെയാണ്. അപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കുമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരെക്കുറിച്ച് തന്നെയാണെന്ന് സാമാന്യബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി പുതിയ നിയമസഭയിൽ ഉപവസിക്കുന്നതായ ചരിത്രമുണ്ടോ? സാധാരണ ഒരു ഉപദേശം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് സൂചന വല്ലതും ഉണ്ടോ? സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശനങ്ങൾ വല്ലതും ഉണ്ടോ? ലേഖനത്തിൽ ഇത് പുതിയ നിയമസഭ ചെയ്തതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? ഉപവാസത്തെ സംബന്ധിച്ച് ഇത് 3 ടെസ്റ്റും പാസ്സാകുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉപവാസമുണ്ട്, സുവിശേഷത്തിൽ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അപ്പോസ്തല പ്രവർത്തികളിൽ സഭയും അപ്പോസ്തലന്മാരും ഉപവസിക്കുന്ന ചരിത്രമുണ്ട്. തുടർന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ഉപവസിക്കുന്നതായി വ്യക്തമായ രേഖയുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തിരിയാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യോക്യയിലെ സഭ ഉപവസിക്കുന്ന വേദഭാഗമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവരുപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പോൾ അന്ത്യോക്യയിലെ സഭ അവിടെ ഉപവസിക്കുക. അവരുപവസിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ പ്രത്യേക കാരണമുണ്ടായതുകൊണ്ടല്ല അവർ ഉപവസിച്ചത്.
പഴയ നിയമത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഓരോ കാരണങ്ങളുടെ പേരിലാണ് അവരുപവസിച്ചതെന്നാൽ അന്ത്യോക്യയിലെ സഭ ഉപവാസം പ്രഖ്യാപിക്കുവാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഉപവസിക്കരുത്, പിശാച് കയറുമെന്ന്. വെറുതെ എന്തെങ്കിലും കാരണമുണ്ടായിട്ടല്ല ഉപവസിക്കുന്നത്. കാരണമുണ്ടെങ്കിൽ ഉപവസിക്കാം, കാരണമില്ലെങ്കിലും ഉപവാസം ഒരു ശീലമായി നമ്മൾ ഉപവസിക്കാൻ പറ്റും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ സഭയ്ക്ക് നേരിട്ട എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഒന്നുമല്ല അവരെ ഉപവസിക്കാൻ പ്രേരിപ്പിച്ചത്. മറിച്ച് എന്തിനാണ് അവർ ഉപവസിച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മളോട് എന്തോ അറിയിക്കാനുള്ളതെന്ന് അറിയേണ്ടതിന് വേണ്ടിയാണ് ഉപവസിച്ചത്. അവരുപവസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആലോചന പറയുന്നത്. ഉപവസിക്കണമെന്ന് ഒരു കൽപ്പന കിട്ടിയത് കൊണ്ടല്ല അവരുപവസിക്കുന്നത്, ഉപവസിക്കേണ്ടതിന് ഒരു കാരണമുണ്ടായതുകൊണ്ടുമല്ല അവിടെ ഉപവസിക്കുന്നത്. മറിച്ച് അവരുപവസിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആലോചന ലഭിക്കേണ്ടതിനു വേണ്ടി ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചിലവിടുവാൻ വേണ്ടി അവരുപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം അവർക്ക് വെളിപ്പെടുന്നത്. പൗലോസിനെ, ബർന്നബാസിനെ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് പറഞ്ഞയച്ചു. എന്തിനാ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന? വീണ്ടും ഇവർ പോകുന്ന വഴിയിൽ ഒരു ശുഭയാത്ര ലഭിക്കേണ്ടതിനു വേണ്ടി, എന്തിനു വേണ്ടി ദൈവം ഇവരെ വിളിച്ചോ ആ വിളി ഇവരിലൂടെ പൂർത്തിയാകേണ്ടതിനു വേണ്ടിയും വീണ്ടും അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയക്കുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ, ചരിത്ര പുസ്തകത്തിൽ ഉപവാസത്തിന് തെളിവുണ്ട്. വീണ്ടും ആരെ ഉപവസിച്ച് കൈവച്ച് വിട്ടോ അവരും ഉപവസിക്കുന്നതായിട്ടാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിലെ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പൗലോസിനെയും ബർന്നബാസിനെയും കൈവച്ചയച്ചെങ്കിൽ 14-ാം അധ്യായം വരുമ്പോൾ നാം കാണുന്നത് പൗലോസ് ബർന്നബാസ് ഉപവസിക്കുന്നതായിട്ടാണ്. 14-ാം അധ്യായം 23-ാം വാക്യം, അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. സഭ തോറും മൂപ്പന്മാരെ നിയമിക്കേണ്ടതിന് വേണ്ടി പൗലോസും ബർന്നബാസും ആലോചിച്ചപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ, അത് ദൈവഹിതമായപ്പോൾ ആരെയാണ് അതിനുവേണ്ടി വേർതിരിച്ച് കൈവച്ചാക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഒരു കാര്യം അവർ ഓർമ്മയിലുണ്ട്, തങ്ങളെ എങ്ങനെയാണ് കൈവച്ചാക്കിയത്. അന്ത്യോക്യയിലെ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിപ്പാൻ ആലോചന ലഭിച്ചതെന്നുള്ളത് അവരുടെ അനുഭവമായതുകൊണ്ട് മറ്റ് മൂപ്പന്മാരെ നിയമിക്കാൻ നേരം ഈ അനുഭവം എടുത്തുകൊണ്ട് പൗലോസും ബർന്നബാസും തീരുമാനിച്ചു, നമുക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മെ വേർതിരിച്ചതുപോലെ ഇനിയും വേർതിരിക്കേണ്ടവരെ ദൈവം നമുക്ക് കാണിച്ചു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് പൗലോസും ബർന്നബാസും ഉപവസിച്ചപ്പോൾ ഓരോ സഭയിലും ആരെയൊക്കെയാണ് മൂപ്പന്മാരായി ആക്കി വെക്കേണ്ടതെന്നുള്ള ദൈവശബ്ദം അവർക്ക് ലഭിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പൗലോസിനെയും ബർന്നബാസിനെയും ഉപവസിച്ച് പ്രാർത്ഥിച്ച് വേലയ്ക്ക് അയച്ചതുപോലെ പൗലോസും ബർന്നബാസും വീണ്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും മറ്റുള്ളവരെ വേലയ്ക്കായി ഭരമേൽപ്പിക്കുന്നതായി നാം വായിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആരുടെ മേലാണ് കൈവെക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലായത്. ഉപവാസത്തെക്കുറിച്ചുള്ള സുവിശേഷത്തിലെ മറ്റൊരു വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലാണ് അതിനാധാരമായ സംഭവം നിലനിൽക്കുന്നത്. ഉപവാസത്തിന് ഖണ്ഡനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാന്യ സഹോദരൻ ഈ വേദഭാഗമാണ് ഉപയോഗിക്കുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് അടുത്തു പറയുന്നത്, എങ്കിലും
പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതിനാധാരമായ സംഭവം, ചന്ദ്രരോഗിയായ ഒരുവനെ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപ്പൻ മകനെ പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഈ പിതാവ് ഈ ബാലകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു ബാധ നിമിത്തം പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴുകയാണ്. യേശു അവൻ്റെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി, അവന് സൗഖ്യം വന്നു. ഈ സംഭവം കണ്ടതായ ശിഷ്യന്മാർ ഇവർ പോയതിന് ശേഷം കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്കെന്താ ഇത് സാധിക്കാതെ പോയത്? ഞങ്ങൾക്കെന്താ ഇത് സാധിക്കാതെ പോയതെന്ന് ഇവർ ചോദിക്കുവാൻ മറ്റൊരു കാരണം കൂടെ വേദപുസ്തകത്തിലുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് നോക്കാം. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സകല ദീനങ്ങളെയും സൗഖ്യമാക്കുവാനും സകല വ്യാധികളെയും പൊറുപ്പിക്കുവാനുള്ള അധികാരം ഇവർക്ക് ലഭിച്ചതാണ്. എന്നാൽ 17-ാം അധ്യായത്തിൽ ആ അധികാരം ഇവർ ഉപയോഗിച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഞങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം എന്താണ്? ഒരിക്കൽ ഞങ്ങൾ ചെയ്തതായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. അടുത്ത് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതൻ പറയുന്നത്, അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള വേദഭാഗം ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അത് സ്വീകാര്യമല്ലെന്നാണ്. ശരിയാണ്, ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വേദഭാഗം ബ്രാക്കറ്റിലല്ല. എന്നാൽ മലയാളത്തിലോട്ട് ബൈബിൾ ഭാഷാന്തരം ചെയ്യുമ്പോൾ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ വേദവാക്യം ഇല്ലാതിരുന്നത് കൊണ്ട് ഇത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇത് കണ്ടില്ല എന്ന് മാത്രമേ ഈ ബ്രാക്കറ്റ് കൊണ്ട് അർത്ഥമുള്ളൂ. അല്ലാതെ ഇത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത വാക്യമാണെന്ന് അതിന് അർത്ഥമില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ ഇതിന് ബ്രാക്കറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതനോട് ഞാൻ ചോദിക്കട്ടെ, ബ്രാക്കറ്റിലുള്ളതെല്ലാം തള്ളപ്പെടേണ്ടതാണെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ ഭൂരിഭാഗം വേദഭാഗവും നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങൾ ബ്രാക്കറ്റിലാണ്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും? അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഇവിടെ ബ്രാക്കറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് ബ്രാക്കറ്റിലാണ്. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ബ്രാക്കറ്റിലാണ്. സ്വർഗാരോഹണം ചെയ്തത് ബ്രാക്കറ്റിലാണ്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതും മഗ്ദലക്കാരത്തിക്ക് പ്രത്യക്ഷനായതും ഇതെല്ലാം ബ്രാക്കറ്റിലായതുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നും കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ലെന്നും പ്രിയ സഹോദരൻ പറയുമോ? ബ്രാക്കറ്റിലായതുകൊണ്ട് ഇത് വേണ്ട എന്ന് അതിനർത്ഥമില്ല. മാത്രമല്ല, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെയുള്ള കാര്യവും ബ്രാക്കറ്റിലാണ്. അവിടെയാണ് പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വന്ന ആളുകളെക്കുറിച്ചും കർത്താവ് അവളുടെ പാപം മോചിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതും ബ്രാക്കറ്റിലാണല്ലോ. അപ്പോൾ ഈ സംഭവം നടന്നതല്ലയോ? അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എല്ലാം ബ്രാക്കറ്റിലാണ്. അപ്പോൾ അത് തള്ളിക്കളയണം. പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയുടെ പാപം മോചിച്ചു കൊടുത്ത് തള്ളിക്കളയണം. പ്രിയ സഹോദര, ചില കയ്യെഴുത്ത് പ്രതികളിൽ ഇതില്ലാതിരുന്നത് കൊണ്ട് ഇത് തള്ളിക്കളയണമെന്ന് അതിനർത്ഥമില്ല. വീണ്ടും 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ
ഒരു സമയത്ത് പരസ്പര സമ്മതത്തോടെയല്ലാതെ തമ്മിൽ വേർപിരിയരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വേദഭാഗവും ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ദാറ്റ് ഈ മേ ഗിവ് യുവർ സെൽഫ് ടു ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ എന്നാണ്. സാധാരണ ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് ഭർത്താവ് ഭാര്യയുടെ അനുവാദം മേടിക്കണമെന്നല്ല പറഞ്ഞത്. എന്നാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദീർഘനാളിരിക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സമ്മതത്തോടെ ഇരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. മലയാളം ബൈബിളിൽ പ്രാർത്ഥനയെന്നേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഇംഗ്ലീഷ് KJV ഭാഷാന്തരത്തിൽ അവിടെ ഉപവാസവും പ്രാർത്ഥനയും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് കുടുംബങ്ങൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് അവരുപവസിക്കേണ്ടതിൻ്റെയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ആവശ്യബോധത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും അവരുപവസിക്കുമ്പോൾ തമ്മിൽ സമ്മതത്തോടെ വേണമെന്നും പറഞ്ഞിരിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം ഉപവാസവും പ്രാർത്ഥനയും പുതിയ നിയമ സഭയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ കൊണ്ടും തീരുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പൗലോസ് അഭിമുഖീകരിച്ച വലിയ യാതനകളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. 27-ാം വാക്യത്തിൽ അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, ഇങ്ങനെ പോകുന്നു. അവിടെ 2 വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന് പൈതാഹം. അതിന് KJVയിൽ കൊടുത്തിരിക്കുന്ന ഭാഷ ഇങ്ങനെയാണ്: ഇൻ ഹങ്കർ ആൻഡ് ടേസ്റ്റ്. പൈതാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹങ്കർ ആൻഡ് ടേസ്റ്റ്, വിശപ്പാണ്. എന്നാൽ അടുത്ത് പറയുന്ന പട്ടിണി ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഇൻ ഫാസ്റ്റിങ്സ് ഓഫൺ എന്നാണ്. ഞാൻ പലവട്ടം വിശന്നിരുന്നിട്ടുണ്ട്, പലവട്ടം ഉപവസിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പൈതാഹവും പട്ടിണിയുമെന്ന് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത് ഒന്ന് പട്ടിണിയെക്കുറിച്ചും ഒന്ന് ഉപവാസത്തെക്കുറിച്ചുമാണ്. അഥവാ ആദ്യം പറഞ്ഞ പൈതാഹം എന്താണെന്ന് ചോദിച്ചാൽ ആഹാരം ഇല്ലാതിരുന്നത് കൊണ്ട് പട്ടിണി കിടന്നു. അടുത്ത് പട്ടിണി എന്ന പറഞ്ഞിരിക്കുന്ന ഭാഗം ഫാസ്റ്റിംഗ് എന്ന ഭാഷാന്തരത്തിൻ്റെ അർത്ഥം ഇവിടെ പട്ടിണി കിടന്നത് ഭക്ഷണം ഇല്ലാതിരുന്നത് കൊണ്ടല്ല, ഭക്ഷണം ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടേണ്ടതിന് വേണ്ടി ഞാൻ പട്ടിണി കിടന്നെന്ന്. അപ്പോൾ അത് അപ്പോസ്തോലിക ഉപദേശമാണെന്ന് അവിടെയും നമുക്ക് ബോധ്യമായി. അപ്പോൾ പഴയ നിയമത്തിൽ ഉപവാസത്തിൻ്റെ ചരിത്രമുണ്ട്, സുവിശേഷങ്ങളിൽ ഇതിൻ്റെ സൂചനയുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് ആചരിക്കുന്നുണ്ട്, ലേഖനത്തിൽ വീണ്ടും ഇതിൻ്റെ പരാമർശനം ഉള്ളതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും മതപരമായ വെറും ഒരു ചടങ്ങല്ല, ഇത് പഞ്ഞങ്കിടപ്പല്ല, ഇതൊരു സാത്താന്യ ഉപദേശമല്ല, ഇത് വയറ്റിൽ അൾസർ പിടിക്കാനുള്ള മാർഗമല്ല. മറിച്ച് ദൈവജനത്തിന് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം ചെയ്തെടുക്കുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തുവാൻ, ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ, കർത്താവിൻ്റെ വേല കൂടുതൽ ശക്തിയോടെ ചെയ്യുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ ഉള്ള ഒരു ദൈവിക ആലോചനയാണ് ഉപവാസവും പ്രാർത്ഥനയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകവൃന്ദത്തോട് പറയട്ടെ, പൗലോസ് അപ്പോസ്തലന് ഉപവാസം ആവശ്യമായിരുന്നെങ്കിൽ എല്ലാ ശുശ്രൂഷകന്മാർക്കും ഉപവാസവും പ്രാർത്ഥനയും ക്രിസ്തീയ ശുശ്രൂഷയിൽ ആവശ്യമാണ്. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഇവിടെ പിറന്നിട്ട് 40 ദിവസം ഉപവസിക്കേണ്ടി വന്നെങ്കിൽ, പ്രിയ സ്നേഹിതന്മാരെ, നമുക്കും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങൾക്ക് നേരെയുള്ള പൈശാചിക പോരാട്ടങ്ങളിൽ നിന്നും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്തെടുപ്പാൻ, ദൈവഹിതം തിരിച്ചറിയുവാൻ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കൃപ തരയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് മറുപടി തരയണമേ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരയണമേ. ദൈവത്തിൻ്റെ ഹിതത്തിന് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാനുള്ള ദൈവകൃപ പകരണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും
ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.